ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിനെതിരായിട്ടുള്ള T20 വേൾഡ് കപ്പിലെ വാമപ്പ് മാച്ചിൽ ഇന്ത്യ 62 റൺസിന്റെ ഗംഭീര വിജയമാണല്ലോ സ്വന്തമാക്കിയത്. നമ്മൾ കണ്ടതാണ് ഇന്നലത്തെ ഒരു വാമപ്പ് മാച്ചിൽ ബാറ്റിംഗ് ചെയ്യാൻ ഏറെ ദുഷ്കരമായിട്ടുള്ളൊരു പിച്ചായിരുന്നു ന്യൂയോർക്കിലേത്. ഹാർദിക് പാണ്ഡ്യ, ഋഷഭ് പന്ത് എന്നിവരൊഴികെ ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാരൊക്കെ ബാറ്റ് ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഒരല്പം കൂടി മികവിൽ ബാറ്റ് ചെയ്തത് സൂര്യകുമാർ യാദവ് കൂടിയായിരുന്നു. എന്തായാലും സഞ്ജു സാംസൺ ഓർ ഋഷഭ് പന്ത് എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ, അതിന് ഏകദേശം ഒരു ഉത്തരവും ലഭിച്ചിട്ടുള്ള ഒരു കളി തന്നെയാണ് ഇന്നലെ കടന്നു പോയതെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ കണ്ടതാണ് ഹിറ്റ്മാൻ രോഹിത് ശർമ്മയോടൊപ്പം ഓപ്പൺ ചെയ്യാനുള്ള അവസരമാണ്, ഒരു സുവർണാവസരമായിരുന്നു സഞ്ജു സാംസണിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ദൗർഭാഗ്യം എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരു പന്ത് വരികയും സഞ്ജു അവിടെ ഔട്ടായി പോവുകയും ചെയ്യുകയായിരുന്നു. 6 പന്തുകൾ നേരിട്ട് കൊണ്ട് ഒരൊറ്റ റൺസ് മാത്രമായിരുന്നു സഞ്ജു സാംസണിന്റെ സംഭാവന. എന്നാൽ ഋഷഭ് പന്താകട്ടെ കിട്ടിയ അവസരം കൃത്യമായി തന്നെ മുതലെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം പൊളിച്ചടക്കി. അദ്ദേഹം പിന്നീട് റിട്ടേർഡ് ഔട്ട് ആവുകയായിരുന്നു. ഒരു വാം മാച്ച് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് പിന്മാറുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ടീം ഇന്ത്യക്കായിട്ട് വിക്കറ്റ് കീപ്പറായിട്ട് സെലക്ട് ചെയ്തതും ഋഷഭ് പന്തിനെ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന അയർലൻഡിനെതിരായിട്ടുള്ള മത്സരത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകർ കൂടുതലും ഉറ്റുനോക്കുന്നത്. കാരണം സഞ്ജു സാംസണിന് ഇനി ഒരു അവസരം ലഭിക്കുമോ? തീർച്ചയായിട്ടും എല്ലാവരുടെയും ഉള്ളിലുണ്ടാവുന്ന ഒരു ചോദ്യം ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരുപാട് ആളുകൾ സഞ്ജു സാംസണിന് ഇനി ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തയാണെന്ന് എല്ലാവരോടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇന്നലത്തെ ആ ഒരു വാം മാച്ച് കൊണ്ടൊന്നും ഒരിക്കലും സഞ്ജു സാംസണിന്റെ പ്രതിഭയെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം സ്പിന്നർമാരെ എത്രത്തോളം മികച്ച രീതിയിൽ കളിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഈ ഒരു IPL അടക്കം കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന് തീർച്ചയായിട്ടും അവസരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കൂടുതലും സാധ്യതകൾ അത് ഋഷഭ് പന്തിന് തന്നെയായിരിക്കും. എന്തായാലും ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ഒരു വാമപ്പ് മാച്ചിനെ കുറിച്ച് നമ്മുടെ ഹിറ്റ്മാൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. ബംഗ്ലാദേശിനെതിരെ ഋഷഭ് പന്തിനെ മൂന്നാമത് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പൊസിഷൻ അതായിരിക്കില്ല എന്ന് കൂടി ഹിറ്റ്മാൻ പറയുന്നുണ്ട്. രോഹിത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: "We wanted to give Rishabh an opportunity to bat higher up the order and see how he performs in that role." തീർച്ചയായിട്ടും പന്തിന് ബാറ്റിംഗിൽ ഒരു അവസരം നൽകാൻ വേണ്ടി മാത്രമായിരുന്നു ഇന്ന് 3-ാം നമ്പറിൽ ഇറക്കിയത്. ഇത് ഇന്നലെ രോഹിത് ശർമ്മ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണോ കരുതിയിരുന്നത് അത് അനുകൂലമായി സംഭവിക്കുകയും ചെയ്തു. യെസ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഡെപ്ത് ഇൻ അവർ ബാറ്റിംഗ് ഓർഡർ. തീർച്ചയായിട്ടും പുതിയ വേദി, അതുപോലെ തന്നെ പുതിയ ഗ്രൗണ്ട് എന്നിവയെല്ലാം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായി അറിയേണ്ടതുണ്ട്. എല്ലാവർക്കും ബാറ്റ് കിട്ടണം എന്നുള്ളത് മാത്രമാണ് ആഗ്രഹിച്ചത്. ബാറ്റിംഗ് നിര എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതെ, ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. രോഹിത് ശർമ്മ പറഞ്ഞ ഈ കാര്യം നമ്മൾ എടുത്തു പറയണം. കാരണം വി ഹാവ് നോട്ട് നെയിൽഡ് ദ ബാറ്റിംഗ് ലൈനപ്പ് യെറ്റ്. ഇതുവരെ ബാറ്റിംഗ് ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മികച്ച 15 താരങ്ങളെ ലഭിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നു കൂടി ഹിറ്റ്മാൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി താരം സഞ്ജു സാംസണിനും അവിടെ ഒരു അവസരം ഉണ്ടാവും. അങ്ങനെ തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.